സിറിൽ, നമ്മുടെ റിലേഷൻ ഞാൻ അച്ഛനോട് പറയാൻ പോവാണ്. അച്ഛൻ വീട്ടിൽ വിവാഹം നോക്കി തുടങ്ങി. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് നിന്നെക്കുറിച്ച് വീട്ടുകാരോട് സൂചിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് വന്ന ദുർഗാലക്ഷ്മി തൻ്റെ സഹപാഠിയും ഇപ്പോൾ സഹപ്രവർത്തകനുമായ ഡോക്ടർ സിറിലിനോട് പറഞ്ഞു, ഇത്ര പെട്ടെന്നൊരു കല്യാണം വേണോ ദുർഗ? നമുക്കൊരു 27 വയസ്സിലേ ആയുള്ളൂ. ഒരു 32 കഴിഞ്ഞിട്ട് വിവാഹിതരാകാം എന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഉടനെ എന്തിനാ നമ്മുടെ റിലേഷൻ എല്ലാവരെയും അറിയിക്കുന്നത്? നിന്റെ ഇഷ്ടത്തിന് മാത്രമേ നിന്റെ കല്യാണം നടത്തൂ എന്നാണ് പറഞ്ഞിരുന്നത് നിന്റെ അച്ഛൻ. എന്തിനാണിപ്പോൾ പെട്ടെന്നൊരു ആലോചനയൊക്കെ നോക്കാൻ തുടങ്ങിയത്? ഡോക്ടർ സിറിൽ മുഷിച്ചിലോടെ അവളോട് ചോദിച്ചു. അച്ഛന് കഴിഞ്ഞ വർഷം ഒരു നെഞ്ചുവേദന വന്നത് സിറിലിനും അറിയാലോ. അതിനുശേഷം അച്ഛന് ഭയങ്കര പേടിയാണ് സിറിൽ. ഒരേ ഒരു മകളായ എൻ്റെ കല്യാണം കണ്ടിട്ട് മരിക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അന്ന് എന്നോട് കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ ഇന്നലെ വീണ്ടും ഒരു നെഞ്ചുവേദന വന്നപ്പോൾ അച്ഛനാകെ പേടിച്ചുപോയി. ഉടനെ തന്നെ ആരെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ കല്യാണം നടത്തണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാമെന്നുകൂടി അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിവാഹം പതുക്കെ മതിയെന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിനായി നിനക്ക് പുറത്തു പോകാൻ ഉദ്ദേശമുള്ളതുകൊണ്ടല്ലേ? ഇത്രയും നാൾ പുറത്തേക്ക് പോയി കൂടുതൽ പഠിക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ PG ചെയ്യാം എന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇനിയിപ്പോൾ നിന്റെ കൂടെ ഞാനും പുറത്തേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് PG ചെയ്യാം സിറിൽ. ദുർഗാലക്ഷ്മി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇക്കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. എനിക്കും എൻ്റെ പപ്പായോട് അഭിപ്രായം ചോദിക്കേണ്ടതുണ്ട്. 6 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് അമേരിക്കയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പപ്പ റെഡിയാക്കിയിരിക്കുകയാണ്. ഈ സമയത്തൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞ് പപ്പയുടെ അടുത്തേക്ക് ചെല്ലാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു. പക്ഷേ നിന്നെ കൈവിടാൻ എനിക്ക് കഴിയില്ലല്ലോ ദുർഗ. നിന്റെ അച്ഛൻ പെട്ടെന്ന് കല്യാണം വേണമെന്ന് വാശി പിടിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? എന്തായാലും നീ നിന്റെ വീട്ടിൽ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ എൻ്റെ പപ്പയോടൊന്ന് പറയട്ടെ. പപ്പയുടെ സമ്മതം വാങ്ങി ഞാൻ എൻ്റെ വീട്ടുകാരെ നിന്റെ വീട്ടിലേക്ക് അയക്കാം. എന്ന് കല്യാണം വേണം എന്നതിനെക്കുറിച്ച് അവർ തന്നെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തട്ടെ. എൻ്റെ വീട്ടുകാർക്ക് പെട്ടെന്നൊരു കല്യാണം ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ പറഞ്ഞതുപോലെ നിനക്കും ഹയർ സ്റ്റഡീസിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയതിനു ശേഷം നിന്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ കൂടി ഏർപ്പാട് ചെയ്യാം. സിറിൽ അവളുടെ കൈകൾ കവർന്നു. ലവ് യു സിറിൽ. എന്തിൻ്റെ പേരിലായാലും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നിന്നെ പിരിഞ്ഞിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിന്റെ കൂടെ ഹയർ സ്റ്റഡിക്ക് അമേരിക്കയ്ക്ക് വരാൻ പോലും ഞാൻ തയ്യാറാകുന്നത്. ദുർഗാലക്ഷ്മി പ്രണയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. MBBSന് പഠിക്കുമ്പോഴാണ് സിറിലും ദുർഗയും പരസ്പരം പരിചയപ്പെടുന്നത്. സിറിൽ തന്നെയാണ് അവളെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. അവനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ആദ്യമൊക്കെ ദുർഗ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും സിറിൽ വിടാതെ പിന്നാലെ കൂടുകയായിരുന്നു. പിന്നീട് എപ്പോഴോ ദുർഗയും അവനെ ഗാഠമായി പ്രണയിച്ചുപോയി. MBBSന് ശേഷം PGക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു സിറിൽ. അമേരിക്കയ്ക്ക് പോയി എമർജൻസി മെഡിസിനിൽ PG എടുക്കാനാണ് അവൻ്റെ ആഗ്രഹം. അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുന്നതുവരെ തൽക്കാലം നാട്ടിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാമെന്ന് കരുതിയാണ് അവനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയത്. ദുർഗയ്ക്ക് പക്ഷേ പുറത്തുപോയി PG ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. 2 വർഷം MBBS മാത്രം വെച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നാട്ടിൽ തന്നെ എവിടെയെങ്കിലും PG ചെയ്യാനായിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നത്. 5 വർഷത്തെ MBBS പഠനം അവളെ അത്രത്തോളം മടുപ്പിച്ചതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തതിനു ശേഷം PG പഠിക്കാമെന്ന് അവൾ കരുതിയത്. സിറിലിന് അക്കാര്യത്തിൽ അവളോട് വിയോജിപ്പുണ്ടായിരുന്നു. എങ്കിലും ഒരു കാര്യത്തിലും അവൻ ദുർഗയെ നിർബന്ധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വരാൻ സിറിൽ അവളോട് പറയുമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കല്യാണമൊന്നും 6 മാസം കഴിഞ്ഞാൽ സിറിൽ അമേരിക്കയ്ക്ക് പോകും എന്നൊക്കെ കേട്ടപ്പോൾ അവനെ പിരിയുന്ന കാര്യം ദുർഗയ്ക്ക് ഓർക്കാൻ തന്നെ സാധിച്ചില്ല. അതുകൊണ്ടാണ് ദുർഗ തൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റി സിറിലിനൊപ്പം അമേരിക്കയ്ക്ക് പോയി PG ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചത്. അന്ന് സിറിലിന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ദുർഗ അവനോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. കാറിനരികിൽ എത്തിയപ്പോഴാണ് താക്കോൽ എടുത്തില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. അങ്ങനെ ദുർഗ തിരികെ തൻ്റെ റൂമിലേക്ക് നടന്നു. സിറിലിൻ്റെ റൂമിനപ്പുറമാണ് അവളുടെ റൂം. അവൾ അങ്ങോട്ട് പോകുമ്പോൾ കോറിഡോറിൻ്റെ അങ്ങേയറ്റത്ത് സിറിൽ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള എമിലിയുടെ തോളിൽ കൈയിട്ട് പോകുന്നത് കണ്ടു. ആ കാഴ്ച കണ്ടതും ദുർഗാലക്ഷ്മി ഒന്ന് ഞെട്ടി. സിറിൽ തന്നെ ചതിക്കുകയാണോ എന്ന് പോലും അവൾക്ക് തോന്നി. ഉടനെ തന്നെ ദുർഗ അവർ അറിയാതെ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സിറിൽ എമിലിയെയും കൊണ്ട് അവൻ്റെ ഡ്യൂട്ടി റൂമിലേക്കാണ് പോയത്. ദുർഗ കണ്ണീറടക്കിയാണ് ആ കാഴ്ച കണ്ടുനിന്നത്. സംയമനം വീണ്ടെടുത്ത് അവൾ അവരുടെ പിന്നാലെ ചെന്നു. ഡോറ് പോലും അടയ്ക്കാൻ മെനക്കെടാതെ സിറിൽ എമിലിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. എമിലി, ക്യാൻ ഐ കിസ് യു? നിന്റെ ചുണ്ടുകൾ കാണുമ്പോൾ കടിച്ച് തിന്നാൻ തോന്നാണ്. സിറിൽ അവളുടെ മുഖത്തോട് മുഖം ചേർത്തു. ഒന്ന് കിസ് ചെയ്യാൻ പോലും നീ എന്തിനാ പെർമിഷൻ ചോദിക്കുന്നത് സിറിൽ? അങ്ങ് ഉമ്മ തന്നൂടെ?
ആ ദുർഗയെപ്പോലെയല്ല ഞാനെന്ന് നിനക്കറിയില്ലേ? എമിലി അവനോട് കൊഞ്ചി. അതെനിക്കറിഞ്ഞൂടെ? സിറിൽ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. ദീർഘനേരം അവരുടെ ചുംബനം നീണ്ടു. ഇതിനിടയിൽ സിറിലിന്റെ കൈകൾ അവളുടെ ശരീരത്തെ തഴുകി കടന്നുപോയി. ആ കാഴ്ച കണ്ടതും ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ദുർഗയ്ക്ക് തോന്നി. രണ്ടുപേരും കൂടി തന്നെ ചതിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവിൽ അവൾ തളർന്നുപോയി. അതെ, നീ ദുർഗയെ പെണ്ണ് ചോദിക്കാൻ നിന്റെ വീട്ടുകാരെ അവളുടെ വീട്ടിലേക്ക് വിടാൻ പോവാണോ? നിങ്ങൾ ക്യാൻറ്റീനിലിരുന്ന് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. പൊന്നുമോനെ, ചതിക്കാൻ വല്ല ഭാവം ഉണ്ടെങ്കിൽ നിന്റെ നെഞ്ചിൽ ഞാൻ കത്രിക കയറ്റും. എമിലി പാതി തമാശയും പാതി കാര്യമായും പറഞ്ഞു. നിന്നെ ഞാൻ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എമിലി? പപ്പയോട് മുൻപേ തന്നെ ഞാൻ ഞങ്ങളുടെ റിലേഷൻ സൂചിപ്പിച്ചിരുന്നപ്പോൾ പുള്ളിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ കാരണം അവൾ ഹിന്ദു ആണ് എന്നതാണ്. പിന്നെ രണ്ടാമത്, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമില്ല എന്നതായിരുന്നു. ഒരു ഡോക്ടറാണെങ്കിലും ദുർഗ തീരെ റൊമാൻറ്റിക്കല്ല. അവളെ ഒന്ന് ഉമ്മ വെക്കാൻ പോലും അവൾ സമ്മതിക്കില്ലായിരുന്നു. പ്രണയം എന്ന് പറയുന്നത് കാമവും കൂടി ചേർന്നതല്ലേ? ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവൾ ഞാൻ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ചുമക്കുക? അതുമല്ല, വീട്ടുകാർക്ക് താല്പര്യമില്ലാതെ അവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നീ ക്രിസ്ത്യനായതുകൊണ്ട് നിന്റെ കാര്യത്തിൽ പപ്പയും മമ്മിയും ഓക്കെയാണ്. തൽക്കാലം ദുർഗയുടെ വീട്ടിലേക്ക് പപ്പയും മമ്മിയെ അയച്ചിട്ട് അവർക്ക് താല്പര്യമില്ല ഈ ബന്ധത്തിന് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാം. അപ്പോൾ പിന്നെ അവളുടെ കണ്ണുകളിൽ ഞാൻ ചതിയനാവില്ല. 6 മാസം കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയ്ക്ക് പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഒരിക്കലും എനിക്ക് ദുർഗയെ കാണേണ്ട സാഹചര്യവും ഉണ്ടാവില്ല. അവളുടെ കഴുത്തിൽ മുഖം കൊണ്ട് സിറിൽ ഉന്മാദഭാവത്തിൽ പറഞ്ഞു. സിറിൽ ഡോറടച്ചില്ല. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ നാണക്കേടാവും. എമിലി കുറുകി. ഇങ്ങോട്ടിപ്പോൾ ആരും വരില്ലേ മീ? സിറിൽ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തു. റൂമിന് പുറത്തെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദുർഗയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. സിറിൽ അഭിനയിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ തളർത്തി. പക്ഷെ അതേസമയം അവൾക്ക് ഇരുവരോടും കലശലായ ദേഷ്യം തോന്നി. അടുത്ത നിമിഷം ദുർഗ വാതിൽ തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി. അപ്രതീക്ഷിതമായി അവളെ മുന്നിൽ കണ്ടതും എമിലിയും സിറിലും ഞെട്ടി. ദുർഗ, നീ? ഒരു നിമിഷം സിറിലിന് വാക്കുകൾ പതറി. എന്റെ കാറിന്റെ കീ എടുക്കാൻ മറന്നു വന്നതാ ഞാൻ. എന്തായാലും കീ മറന്നത് നന്നായി. അതുകൊണ്ട് എനിക്കിവിടുത്തെ കലാപരിപാടികൾ നേരിട്ട് കാണാൻ പറ്റിയല്ലോ. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു സിറിൽ. എമിലി, നീയും കൂടെ നിന്ന് എന്നെ ചതിച്ചല്ലോ. ഒന്നുമില്ലേലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ? ദുർഗയുടെ ശബ്ദം ഇടറി. ദുർഗ, എനിക്ക് എമിലി എന്തോ പറയാൻ ശ്രമിച്ചു. രണ്ടാളും ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. നിന്നോട് എനിക്കൊന്നും പറയാനില്ല എമിലി. പക്ഷെ സിറിൽ, നീ എന്നെ ചതിക്കരുതായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ദുർഗ സിറിലിന്റെ കരണം പുകച്ചു. ഇത് നീ എന്നെ ചതിച്ചതിനുള്ള സമ്മാനമാണ്. പിന്നെ നിനക്കുള്ള ശിക്ഷ ദൈവം തന്നോളും. എന്നെ ചതിച്ചവൻ എന്നെങ്കിലും നിന്നെയും ചതിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആ സമയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എങ്കിലും വാശിയോടെ കണ്ണുകൾ തുടച്ച് ജീവിതത്തിൽ ഇനി ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാൻ പാടില്ലെന്നും അവളപ്പോൾ മനസ്സിലുറപ്പിച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.